നമ്മളെ മംഗലശ്ശേരി ഫാമിന്റെ ഓണർ മോനാണ്. എന്താ പേര്? മുഹമ്മദ് റയ്യാൻ. അപ്പൊ റയ്യാന്റെ കൂടെയാണ്. റയ്യാൻ എന്താ റയ്യാനായിട്ട് ഒഴിച്ചു കൊടുത്തുകയാണ് ഒരു തൊയ്ത്ത് അല്ലേ? ഇതിലിപ്പോ എത്ര ഉണ്ട്? 1 2 3 4 5 6 7 അപ്പൊ ഇതിപ്പോ രാവിലെ എന്താണ് ഇവിടെ പരിപാടി? ഇവിടെ അല്ല, ആദ്യം ഉള്ളില് പിന്നെ അവിടുത്തെ കഴിഞ്ഞിട്ട് എപ്പോഴാ ഇറങ്ങല് ഇത് പരിപാടിക്ക്? രാവിലെ 6 മണിക്ക് ഇറങ്ങും. 6 മണിക്ക് ഇറങ്ങും. പിന്നെ കേരള ഉച്ചക്ക് 2 മണിക്ക്. പിന്നെ ഉച്ചക്ക് ചോറ് വെച്ച് ഇറങ്ങിയാണ്ട് പിന്നെ എപ്പോഴാ ഇറങ്ങാ? ഉച്ചക്ക് ചോറ് വെച്ച് പിന്നെ പള്ളിക്ക് പോയി നിസ്കരിച്ച് 4 മണിയായി. പിന്നെ ഇങ്ങോട്ട് ഓല കുളിപ്പിച്ച് ഓൾക്ക് തീറ്റ എന്തൊക്കെ കൊടുത്ത് തോടും വെള്ളം ഇതൊക്കെ കൊടുത്ത് പിന്നെയും നമ്മള് 6 മണിയായാല് ഉള്ളിൽ കയറാ, കുളിച്ച പിന്നെ പള്ളിക്ക് പോവാ. അപ്പൊ എന്താ വെച്ചാല് എല്ലാം ഓളിനോളാണ്. രാവിലെ 6 മണിക്ക് കഴിഞ്ഞാൽ വൈകുന്നേരം 6 മണിക്ക് പെരിക്കാണ് കയറല്ലേ? അപ്പൊ 2 മണിക്കൂർ മാത്രം പെരിയില്, അത് ചോറ് കഴിക്കാൻ അല്ലെ? ബാക്കി ഫുൾ ടൈം വിലപ്പാണ് അല്ലേ? അപ്പൊ ഇനി ഇന്ന് എന്തേലും എന്റെ പരിപാടി? ഇന്ന് രാവിലെ നീച്ച് പല്ലേച്ച് നേരെ അങ്ങോട്ടേ വരും. പിന്നെ തോടും ഇതൊക്കെ കൊടുത്ത് പിന്നെ 2 മണിയായാല് കുളിപ്പിച്ച് ഇതിനൊക്കെ തൊടു കണ്ടി കുളിപ്പിച്ച് നിർത്തിയേക്കാന്ന്. ഇന്ന് രാവിലെ നാളെ ചന്തക്ക് പോകാൻ കുളിപ്പിച്ച് നിർത്തിയേക്ക്. ഭയങ്കര ചങ്ങായിയാണല്ലേ? എന്നാ കുത്തൊന്നുമില്ല. എത്തും. ഓ പിന്നെ ഇനി വൈകുന്നേരം ഇനി നാളെ ഇവിടെ രാവിലെ 5 മണിക്ക് ഇച്ച് പള്ളിക്ക് പോയാൽ പിന്നെ പഠിക്കന്നെ ഇനി വണ്ടി കയറ്റി. നാളെ ബുധനാഴ്ചയാണ്. അപ്പൊ നാളേക്കുള്ളത് കൊടുക്കും. കൊണ്ട് ചന്തക്ക് പോകാൻ വേണ്ടി റെഡി ആയി നിർത്തും. അപ്പൊ ഇതിന് ചന്തക്ക് പോലുണ്ടല്ലേ? 4 വട്ടം പോയില്ലേ? അപ്പൊ ചെക്കൻ ഇങ്ങനെ കേറി വരികയാണല്ലേ? ഇപ്പൊ എത്ര വയസ്സായി എനിക്ക്? 9 വയസ്സ്. 9 വയസ്സിൽ ഇപ്പൊ എത്രയും ഇതിലെത്തിനെങ്കിൽ ഏകദേശമൊക്കെ ലെവലല്ലേ അല്ലേ? ഇപ്പൊ മൊത്തത്തിൽ എത്ര കന്നാളുണ്ട് എനിക്കറിയോ? അത് അവിടെ പോത്താള് ഇനി അവിടെ 40 ഉള്ളൂ. ഇവിടെ കാളാരി ഇനി 20 കണക്കുകളും കാര്യങ്ങളൊക്കെ പക്കയാണ്. നിങ്ങൾ രാവിലെ ഇതൊക്കെ ഇതിപ്പോ ഇന്നലെ ഇറങ്ങിയ കന്നാണ്. ഇതൊക്കെ ഓനക്ക് ഇത് 1 മാസം അവൻ്റെ അടുത്തുള്ള മാതിരിയാണ് അതിനായിട്ട് പെരുമാറുന്നത്. കാരണം അത്ര ബന്ധമാണ്. കാരണം ഇത് എനിക്ക് മനസ്സിലാവും. ഒരു ഈറടിച്ചാണെങ്കിൽ എങ്ങനെയാന്നൊക്കെ എനിക്ക് മനസ്സിലാവും. അതെങ്ങനെയൊക്കെ ഈറടിച്ചും മറിച്ചിടും. നമ്മൾ അങ്ങോട്ട് കല്ലാൻ പോയാലും ഓല് ഇങ്ങോട്ട് വരുള്ളൂ. അങ്ങോട്ട് ഒന്നും ചെയ്യാൻ പറ്റില്ല. നമ്മള് പോയാൽ നമ്മളെ കാര്യം തീർക്കാൻ നമ്മള് വരിക. ആളെ കുടിച്ചാലും പരിച്ചാലും പോകാൻ പാടില്ല. അതാണ്. ഇതിപ്പോ ഇത്ര നൈസിൽ നിൽക്കണ്ട എന്റെ അടുത്ത്? ഇത്ര നൈസിൽ നിൽക്കണില്ലേ? ഒത്തും കാട്ടണില്ലല്ലോ. അപ്പൊ എന്താണ്? നമ്മള് ഇങ്ങനെ തീറ്റും വെള്ളം കൊടുത്ത് പുറത്തേക്ക് ഇറക്കി ഇങ്ങനെ വിട്ട് പുറത്ത് കയറി ഇങ്ങനെ പോവും. പുറത്ത് കയറി പോവും അല്ലേ? അപ്പൊ ഞമ്മക്ക് അങ്ങനത്തെ ദിവസം നമ്മള് വരണ്ട എന്റെ ഒറ്റയ്ക്ക് കേൾക്കാണ്ട് കേട്ടോ. അപ്പൊ നമുക്ക് അന്ന് നമുക്ക് ബല കൊണ്ടുപോകണൊക്കെ നമുക്ക് കാണാം. ഈ ബലൊക്കെ ഇജിപ്പോ ബലറ്റൊക്കെ പരിചയ ഒന്ന് പോയൊക്കെ കാട്ടൂല. നീച്ചോ പറഞ്ഞ നീച്ചോ? നീച്ചൊക്കെ ക്ഷീണം കൊണ്ട് കിടക്ക വന്നിട്ടുള്ളൂ അല്ലേ? നമ്മളെ പേര് സോഫയിൽ കിടക്കണ മാതിരി നമുക്ക് കന്നാളൊക്കെ എങ്ങനല്ലേ? ആരും തൊട്ടാലും കാട്ടൂല. ഇല്ലല്ലേ? അങ്ങനത്തെ മൂല്യാണ്. ചെറിയ കർഷകൻ വളർന്നു വരുന്നത് കർഷകനാണ്. മാഷാഅല്ലാഹ് ഉഷാറായി വരട്ടെ. അതൊക്കെ ഒരു പേടിയും ബേജാറും ഇല്ലാതെ ചെറുക്കൻ കൈകാര്യം. പുല്ലരിഞ്ഞിട്ട് എടുക്കലേ അതോ വൈക്കോല ഇട്ട് എടുക്കലേ? നമ്മള് കുളിപ്പിച്ച നേരത്ത് ഇവലെ ഒന്നിച്ച് കഴിച്ചുണ്ടാവും. വെള്ളം കൊടുത്ത് മോട്ടർ സെറ്റ് ചെയ്യുമ്പോ തന്നെ നമ്മൾ ഇവിടുത്തെ പുല്ലുകളൊക്കെ കൊടുക്കും. കൗത്തില് കയറിട്ടാ പോകും. കൗത്തില് കയറിട്ടാണ് നിൽക്കും. ഓൾക്ക് മതിയാവുമ്പോ അമ്മ അവിടുന്ന് പിടിച്ചാണ്ട് പിന്നെ കുളിപ്പിച്ചാണ്ട് ഇവിടെ കൊണ്ട് മൂക്ക് കുത്തി ഇവിടെ കൊടുന്ന് കെട്ടും. പിന്നെ എത്തൂല്ല. നമ്മള് ഇവിടെ ആരും കാട്ടൂല. നീച്ച് നിക്കണ്ടല്ലോ. തിന്നാണ്. എന്താ മുറിയാണത് മേത്ത്? അല്ല, കൊതുകും കുത്തിട്ട്. കൊതുകാണല്ലേ? കൊതുകും കുത്തിട്ട് വേണ്ടതാണ്. ഇവിടെ നമ്മള് കാട്ടൊന്നുമില്ല. നമ്മളെത്തുമ്പോ കാട്ടൊന്നുമില്ല. നമ്മളെ
എനക്കുണ്ട് മറ്റേ എനിക്കുണ്ട് കാലുള്ളൂ നമ്മൾ. അപ്പൊ ബലക്കപ്പ് നീച്ചിക്കാരെ ഇവർക്ക് തിന്നാൻ നീച്ചിക്കാണ്. ഇവര് നമ്മളത്തും കാട്ടില്ല, നമ്മളത്തും കാട്ടുമില്ല. അടന്നത്താ കുട്ടിയാ ഓടെ നമ്മ തോയും ഇതൊന്നുമില്ല. ഞാൻ ബാക്കിൽ നിന്നുണ്ടോ ഇന്നലെ കൂടുന്ന പോത്താളാ അല്ല കന്നാളാ. ഇത് നോക്കി നിങ്ങൾ എത്ര നൈസിലാ ചെറുക്കാൻ കൈകാര്യം ചെയ്യണെന്നുള്ളത് അപ്പൊ തന്നെ നിങ്ങക്ക് മനസ്സിലാവും. അച്ഛനെ ഞാനൊക്കെ നിന്നാണ്ടല്ലോ കണ്ട ചങ്ങായിമാരല്ലേ കാണുള്ളൂ. നോക്കി നിങ്ങള് ഇനിയിപ്പൊ ഇനി എന്താ പരിപാടി ഇന്നത്തെ ഇനി വെള്ളം ഇതൊക്കെ കൊടുത്ത് ശരീരനെ ഒന്ന് കുളിച്ചു മാറ്റി പിന്നെ നിസ്കരിച്ചാൻ പോയി. നിസ്കാരം കഴിഞ്ഞ് വന്ന് പിന്നെ നമ്മള് ഇഷാസ്കാരം നിസ്കരിച്ചാൻ പോകും. അതാ മറ്റോ നീച്ചു ഇഷാസ്കാരം നിസ്കരിച്ചാൻ പോകും. ഇഷാസ്കാരം നിസ്കരിച്ച് എന്നിട്ട് അവള് ചോറിനാൻ പോകും. ചോറിന് ഞാൻ നമ്മളെ ഉറങ്ങും. രാവിലെ 5 മണിയായ പള്ളിക്ക് പോകും. പിന്നെ പള്ളി വിട്ടെന്ന് ഡ്രസ്സൊക്കെ മാറ്റി നേരെ തൊയ്ത്തേക്ക്. അതാണ് ഇവന്റെ ഒരു ലൈഫ് ടൈം റൊട്ടീൻ എന്ന് പറയുന്നത് തന്നെ ഈ ഒരു തൊയ്ത്തും. കാരണം പഠിക്കാൻ എത്രയില്ല ചോദിക്കണം. ഇനി 4ക്കാണ് ചെക്കന്. പഠിപ്പും കാര്യങ്ങളൊക്കെ അതിന്റെ കൂടെ തന്നെ പോകുന്നുണ്ട്. കാരണം ഇതൊക്കെ പറയുമ്പോ അവന്റെ ഒരു പാഷനായി കണ്ട പോണേ അല്ലേ. ഇനി അങ്ങനെ നാളെ ചന്തക്ക് പോയിട്ട് ഇനി റിട്ടേൺ ഒക്കെ എങ്ങനെയാക്കാരം? ചെലപ്പം കന്നാളെ വിറ്റാൽ റിട്ടേൺ ഉണ്ടാവൂല. ഉണ്ടായിനാ റിട്ടേൺ ഇജ്ജ് പോകണമെന്നൊക്കെ ഉണ്ടോ? അപ്പൊ ഇജ്ജ് ഓല വണ്ടിയിലാണ്ട് വരില്ല? ഇജ്ജ് കച്ചവടം ചെയ്യണ കണ്ടുക്കണോ? കണ്ടുക്കണല്ലേ. ഇനി എനിക്ക് കന്നുകളെ പുറമെ എനിക്ക് വേറെ എന്തേലും ഇഷ്ടങ്ങൾ എന്തേലും ഉണ്ടോ? ഇഷ്ടം പറഞ്ഞാല് കന്നും ആടും ഇതൊക്കെ ഉണ്ട്. ഇവിടെ ഇപ്പൊ ആടുണ്ടോ? ആടിപ്പോ വിറ്റു കൂട് പൊളിഞ്ഞോണ്ട് നായി മുയല് കോഴി അങ്ങനത്തെ സകല എല്ലാ ജീവജാലങ്ങളും ഉണ്ട്. നമ്മളെ മത്സരത്തിനുണ്ടോണ് കോഴിക്കളും. നമ്മളെ അങ്കക്കോഴി പിന്നെ ചമ്പക്ക ഉണ്ടാവല്ലോ മത്സരത്തിനുണ്ട് 2000-ന്റെ ആ കോഴി ഉണ്ടവിടെ. അപ്പൊ എല്ലാ വിധമുണ്ട്. എനിക്ക് ഇതിന്റെ പുറമെ എനിക്ക് എന്താണ് ഇഷ്ടം, എന്താകാനാണ് ഇഷ്ടം എന്നുള്ളതൊക്കെ എന്തുണ്ടാവുമല്ലോ. നമുക്ക് ഇനി ഇതന്നെ എന്താണ് പട്ടാളം അയവാ ചെറുക്കൻ മിലിറ്ററി ആണ്. ഇനി ഓന് ഈ ഫീൽഡിന്റെ പുറമെ ഇതുണ്ട് സെറ്റായി കഴിഞ്ഞാല് പഠിത്തണ്ട് സെറ്റായി കഴിഞ്ഞാല് നേരെ പട്ടാളം അല്ലേ, അതിന് ആർമി. അത് എന്താണ് എങ്ങനെയാണ് അയക്കും ഇങ്ങോട്ട് യോജിക്കാൻ കാരണം? അങ്ങനെ നമുക്ക് പണ്ട് പട്ടാളത്തിനോട് താല്പര്യം. അത് എങ്ങനെ ഇവിടെ ആരെങ്കിലും ഉണ്ട്? എന്റെ അടുത്ത് റിലേറ്റീവ്സ് ആരെങ്കിലും ഉണ്ട്? ആരാണ്? ഉമ്മാന്റെ കാക്കാന്റെ കുട്ടി പട്ടാളാണ്. അമ്മാന്റെ കുട്ടി പട്ടാളാണ് അല്ലേ? എവിടെയാണ്? പയ്യനാടാണ് വീട്. പയ്യനാട്. ആർമി ഇവിടെ ദൂരം അടുത്ത് തന്നെയാണ്. ദൂരം. അപ്പൊ ചെറുക്കനക്ക് പറഞ്ഞാല് ആർമി ആക്കാനാണ് അവനക്ക് താല്പര്യം അല്ലേ? അപ്പൊ ഇനി ആർമി ആയിട്ട് തന്നെ ചെക്കനെല്ലാം റെഡി ആകട്ടെ. അപ്പൊ ഇനിയിപ്പോ ഇനി ഫുഡൊക്കെ കൊടുത്താണ്ട് ഇനി നേരെ ഇവിടത്തൊക്കെ റെഡി ആയി. ഇനി മേലെ ഫാമത്താണ് ഇനി റെഡി ആക്കാള് അല്ലേ? റെഡിയായി അല്ലേ? ഇനിയിപ്പോ മറ്റേ മേഞ്ഞു വന്ന ടീമുകളുണ്ടല്ലോ, ഓൽക്ക് ഇനി എന്താ കൊടുക്കുക? വൈക്കോല് വെള്ളം അത് കൊടുത്താണ്ട് സെറ്റ് ആവും. ഇനി നാളെ കൊണ്ടുപോകും. അതാ ഞാൻ പെരുന്നാൾക്ക് ഇവിടെ വെക്കണേ. നാളെ കൊണ്ടുപോകും. അയാൾ മാത്രം കൊണ്ടുപോകും. ആര്? ആ വലിയ അണ്ണന്. അല്ല നാളെ ചന്തക്ക് കൊണ്ടുപോകോ? അല്ല നമ്മളെ വലിയ അണ്ണൻ കൊടുന്നില്ലേ അണ്ണ? ഇല്ല കളറ് മാത്രം, ബാക്കിയൊക്കെ നമ്മള് പെരുന്നാൾക്ക് വെച്ചിക്കാണല്ലേ? പെരുന്നാൾ പോത്തൊക്കെ ഇവിടെ ഇപ്പൊ വലിയ പോത്തോളം വന്നീനോ? എന്നാ വന്നീനേ? എന്താ വലിയ പോത്തിന്? ഇജ്ജ് പുറത്തൊക്കെ കേറിയാ? വിറ്റുല്ലേ? എന്താണ്ടേ? വിറ്റുല്ലേ? ശരി, നമ്മക്ക് വീഡിയോ എടുത്താ നമ്മക്ക് ടൈം കിട്ടില്ല, നമ്മള് കുറച്ച് വേഗം പോയി. അപ്പൊ ഇനി വരുമ്പോ നമ്മളെ അറിയിക്കണം. നമ്മളെ റയാന്റെ കൂടെ ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് വരും അല്ലേ? അപ്പൊ ഇനി
നമുക്ക് അങ്ങോട്ട് പോകാം അല്ലേ? നമ്മൾ അതിന്റെ മീനിന്റെ കുളമൊക്കെ നമ്മൾ കണ്ടു അവിടെ. അതൊക്കെ നമുക്ക് കാണാം. വാ. എവിടെയാണ് ഇപ്പൊ പോത്താളെ അയച്ചു വിടല് പറഞ്ഞത്? അവിടെ. അപ്പൊ ഇവിടെ എന്താ പരിപാടി? ഇവിടെ ഇപ്പൊ കേറൊക്കെ നമ്മള് ലോഡ് തന്നെ കളർ ഇവിടെ കിട്ടും. അവിടെ സ്ഥലമില്ലേല് ഇവിടെ 40 ലോഡ് വരുമ്പോ ഇവിടെ ഇങ്ങനെ വൈക്ക് കിട്ടും. പിന്നെ രാവിലെ കഴിച്ച് വെള്ളം കൊടുത്ത് വെള്ളം കൊടുക്കും. പിന്നെ മോട്ടർ അടിച്ച് കഴിക്കും. മോട്ടർ അടിച്ച നേരത്തെ ഇവിടെ ഉള്ള പുല്ലകളൊക്കെ തിന്നണല്ലേ? ആ മോട്ടർ അടിച്ച നേരത്തെ കൗത്തിൽ കയറ് ഇട്ടെടുത്താണ്ട് ഉമ്മ ഇവിടെ വിടും. ഇവിടെ പിന്നെ പുറത്തേക്ക് പോകാൻ സ്ഥലമില്ല. ഈ ഗേറ്റ് പൂട്ടിയിടും. അതാണ്. പിന്നെ അതിലങ്ങനെ തിന്ന് നടക്കും. പിന്നെ ലാസ്റ്റ് കഴിക്കാൻ നേരത്ത് അതിനൊക്കെ പിടിച്ചെന്ന് ഇവിടെ കെട്ടും. പിന്നെയും കഴിക്കാണ്ട് മൂക്ക കുത്തി മൂക്ക് കുത്തലുണ്ട് ഉള്ളു കെട്ടി അലമ്പ് കാട്ടലുണ്ടോ ഈ ഉണ്ടാവുമ്പോ? ഏത് അലമ്പ് കാട്ടൂല. നല്ലൊരു മീൻകുളണ്ട്. ഇതില് ഏതൊക്കെ മീനാടാ? മീൻ്റെ ഇതില് സിലോപ്പി, ഞട്ട്, വാള ഒക്കെ ഉണ്ടല്ലേ? സിലോപ്പി, ആടാ. അതെന്താ പറ്റിയ? മഴവെള്ളം ഇപ്പൊ ചത്തതാ? അത് തവളത്തി തിന്നാണ്. തവള തിന്നോ? തവളൊക്കെ തിന്നോ? ഇത് തവള നിറച്ചുണ്ട്. ഇതില് വെള്ളം പറ്റിച്ചുമ്പോ 4 വലിയ തവള കിട്ടും. 4 എണ്ണൊക്കെ കിട്ടും. പുറത്തേക്ക് പോകാൻ സ്ഥലമില്ലേറ്റാ? അതില് ചാക്ക് കുടിച്ച് അവിടെ കൊണ്ടുപോയി കളയും. പിന്നെയും വരും തീക്ക്. പിന്നെയും വരും. ഇത് തൊഴിലക്കാരാണല്ലേ? അപ്പൊ അങ്ങനെയാണ് റയ്യാന്റെ വിശേഷങ്ങളാണ് ഇന്ന് നമ്മളിപ്പോ കേട്ടറിഞ്ഞത്. അപ്പോ റയ്യാനിന്റെ ഇപ്പൊ ടൈമിങ്ങും കുറച്ച് മോശമായതുകൊണ്ട് മഴയും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ടാണ് നമ്മൾ ഇത്രയും വൈകിയത്. അപ്പോൾ നമ്മൾ റയ്യാനിന്റെ ഒരു മോർണിംഗ് മുതൽ ഒരു റുട്ടീൻ്റെ വീഡിയോ നമ്മൾ എന്തായാലും നമ്മൾ വീഡിയോയിൽ അപ്ലോഡ് ചെയ്യുന്നതാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. അപ്പോൾ റയ്യാൻ മോന് വേണ്ടിയിട്ട് എല്ലാവരും കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇതേതാ പോത്താളാടാ? ഇതൊക്കെ വിറ്റ പോത്താളാ? ഇതിലിപ്പോൾ നീ കേക്ക് കെട്ടിയതാ? അതെ. അത് എത്ര പോത്താളുണ്ട് ഇപ്പോൾ? 5 എണ്ണം അല്ലേ? ഇതൊക്കെ ഒരാൾക്കാ പോയിക്കണേ? ഒരാൾക്ക് പോയിക്കണേ. ഇതൊക്കെ ഇപ്പൊ തന്നെ നോക്കണേ? കേക്ക് കെട്ടി വെള്ളമൊക്കെ കൊടുത്ത് ഉഷാറായില്ലേ? ഇവലെ ഇനി പുറത്തേക്ക് ഇറക്കോ? നാളെ. ഇന്നത്തെ കോട്ട കഴിഞ്ഞു. ഇല്ലല്ലേ? അതെ. വിറ്റ പോത്താളാണെങ്കിൽ തീറ്റക്ക് കോംപ്രമൈസ് ഇല്ല. എങ്ങനെ നമ്മൾ വിറ്റ അതേപോലെ ഉണ്ടാവും അല്ലേ? അങ്ങനെ തന്നെ. എവിടെ? ഇതവിടെ. ഏതാ ഉള്ളിലോ? എവിടെ? അതാണല്ലേ? ഇതാണ് എൻ്റെ കാളക്കുട്ടി. ഇതാണ് റയ്യാനുമാൻ്റെ മോരിക്കുട്ടി. ഇതിപ്പോ എന്നാ വെച്ചതിനെ കൊണ്ട് പോയിനാ? ഇല്ലേ? പശുക്കളൊക്കെ പാല് കറക്കലുണ്ടോ? എപ്പോഴാ കറക്കല്? പണിക്കാര്. അതന്നെ. ഇതിപ്പോ ആ പശുവിന്റെ കുട്ടിയാ? വേറെ കാള വിറ്റു. കാളയാണല്ലേ? അപ്പൊ പശു അല്ല. ഇത് പേരിട്ടാണ് ജി? പേരിടാ? ഇല്ലേ? ചെറിയ കുട്ടിയാണല്ലേ? വലുതാ? വിറ്റാ? ഇല്ലേ? എൻ്റെ ഫ്രണ്ടാണല്ലേ?
14 പോത്താളോ? എന്നാ അതിൻ്റെ അടുത്തേക്ക് പോകണ്ട. മീകളാ അങ്ങനത്തെ കണ്ടല്ലേ. ഇതാണ് ഇപ്പൊ നമ്മളെ വെള്ളിയെണ്ണം കൊണ്ടുപോകണം അല്ലേ? വെള്ളിയെണ്ണം കൊണ്ടുപോകണ പോത്തോളല്ലേ ഉണ്ടല്ലേ? അതെന്തിന് കയറിടാത്ത അങ്ങനെ? അതെ അല്ലേ? ആ ആ അയച്ചിട്ടല്ലേ? ഇതിപ്പോ എത്ര എണ്ണം ഉണ്ട്? 14 ഉണ്ട് അല്ലേ? ഇവൽക്കുള്ള ഫുഡൊക്കെ ഇപ്പൊ എപ്പോഴാ കൊടുക്കുക? ആ ആ ആ പിന്നെ അണ്ണൻ്റെ കൂടെ പോകൂലേ? അണ്ണൻ്റെ കൂടെ പോകൂലേ? പോളൂല്ലേ? അതുപോലെ അടങ്ങി നിൽക്കൂലേ? റയ്യാനുമോന്റെ മംഗലശ്ശേരി ഫാമിലാണ് ഇപ്പൊ നമ്മൾ വിസിറ്റ് ചെയ്തത്. അപ്പോൾ നമ്മളെ പോത്തിനും കാളകൾക്കും മിതമായ റേറ്റിലും നല്ല ഹൈ ക്വാളിറ്റി പോത്തോളം എല്ലാ പോത്തോളം ഇവിടെ ഉണ്ട് അല്ലേ? അപ്പൊ ഇനി നമ്മൾ ഈ കാണുന്ന നമ്പറിൽ കോണ്ടാക്ട് ചെയ്താൽ നമുക്ക് ഇഷ്ടപ്പെട്ട ഒന്നാ നിങ്ങൾക്ക് ഇവിടെ എടുക്കാം അല്ലെ? മഞ്ചേരി, മലപ്പുറം ജില്ലയിലെ മഞ്ചേരി മംഗലശ്ശേരിയാണ് നമ്മളെ മംഗലശ്ശേരി ഫാം വരുന്നത്. അപ്പോൾ ഈ കാണുന്ന നമ്പറിൽ കോണ്ടാക്ട് ചെയ്തോളി മക്കളെ, വേഗം തന്നെ ബുക്ക് ചെയ്തോളി. കാരണം ഇപ്പൊ വലിയൊരുനാളിന്റെ ടൈം ആയതുകൊണ്ട് പെട്ടെന്ന് പോകൂലേ? പെട്ടെന്ന് വേഗം പോകും അല്ലെ? അപ്പൊ ഇപ്പൊ ഏകദേശം ഒരു എത്ര ലോഡുകൾ വന്നു കഴിഞ്ഞു ഇപ്പൊ ഇന്ന് രാത്രി ഒരു ലോഡ് വരാണ്. അതാണ്. അപ്പൊ വലിയൊരുനാളിന്റെ ടൈം ആയതുകൊണ്ട് അത്യാവശ്യം മീഡിയം ക്വാളിറ്റി പോത്തോളം ഒക്കെ വരുന്നുണ്ട് അല്ലേ? അപ്പോൾ ഈ കാണുന്ന നമ്പറായിട്ട് കോൺടാക്ട് ചെയ്തോളി. അപ്പോൾ ഇതിന് നല്ല കിടിലം വീഡിയോ ആയിട്ട് നമ്മൾ വീണ്ടും കാണുന്നതാണ്. അപ്പോൾ റയ്യാനുമോന്റെ ഒരു അടിപൊളി വീഡിയോ കൂടെ വരുന്നുണ്ട്. അപ്പോൾ ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൻ ചെയ്യുക.